തള്ളയില്ലാത്ത എന്റെ മോളെ ഇത്രയൊന്ന് വളർത്തിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നു. ഇനി അവളുടെ എല്ലാ സാറിന്റെ കയ്യിലാ. സാറാമ്മേ, ഈ പശയെ പറ്റി നിങ്ങൾക്ക് ഒരു നോമിനേഷനും ഇല്ല. നമ്മുടെ മേഴ്സിക്കുട്ടിയെ ചലച്ചിത്ര ലോകത്തിൽ വലിയ ചോദ്യചിഹ്നമായി ഞാൻ വളർത്തും. ഈ പശ വളർത്തും. ഇവന്മാരാരും കൊണ്ടുപോകാത്തടത്ത് ഞാൻ മേഴ്സിക്കുട്ടിയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യും. സ്വിറ്റ്സർലാൻഡ്. അല്ല സാറേ, എനിക്കൊരു സംശയം. സാറിനെന്താ ഇങ്ങനെ ഒരു പേര്? ഈ അമ്മച്ചിക്ക് എന്തറിയാം? അത് സാറിന്റെ തൂലികയുടെ നാമമാണ്. പന്നിമറ്റ തടക്കാച്ചോട്ടിൽ ശങ്കരൻ മകൻ അയ്യപ്പൻ. രാശിയുള്ള പേരായതുകൊണ്ട് ഞാനതിനെ ലവ് ചെയ്യും. ആ, സാറിനെന്താ കുടിക്കാൻ? എന്തെങ്കിലും ഒരു എന്താ ഇത്ര നാളെ കുടിക്കാതിരിക്കുന്നു? വെള്ളം ചേർക്കാതെ തനി തെങ്ങ. Coconut drink is a wonderful. ഇതെന്താ മോയലാണോ? അല്ല, കോഴിയാ സാർ. വൈറ്റിലകാല സായിപ്പ് കോഴിയോ? നന്നായിട്ടുണ്ടോ സാറേ? ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ 4 days. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. മിനിമം ഒരു 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. 1500 രൂപയോ? എന്റെ അങ്ങനില്ല. നീ ഇങ്ങനെ എപ്പോഴും ഓടി വന്ന് രൂപ ചോദിച്ചാ ഞാൻ എവിടെ പോകാനാ? ബ്ലോക്കിൽ ഒരുപാട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗോപി. 5 ഉണ്ടായിരുന്നു അച്ചമ്മേ. നല്ല പോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ. ഇത്തവണയെങ്കിലും ചന പിടിച്ച് കിട്ടിയാ മതിയായിരുന്നു. വിളിച്ചോ അച്ഛമ്മേ? ഗോപിക്ക് ചോറ് കൊടുക്ക്. ആ നേരം വെളിച്ചമായപ്പോ പോയതാ. ബാ ബാ പാടി മോളെ ബാ.
ഇങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞെന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, പതുക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ. ജാനു, എന്താ കുഞ്ഞെ? ജാനു അമ്മയോട് പറയൂ. എന്തോന്ന്? ഞാൻ നോക്കിയത്. ഒന്ന് നോക്കുന്നതൊക്കെ ചെന്ന് പറയാൻ ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞു നോക്കുന്നത്? അതെ. കുഞ്ഞെ, ചന്ദ്രകുഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ? എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരമായിരിക്കും. എന്താന്ന് പറയൂ. എനിക്കൊരു 500 രൂപ തരണം. 500 രൂപയോ? ആരും അറിയാതെ തരണം. ഇത്ര വലിയൊരു ആവശ്യം എനിക്കുണ്ടായിട്ടില്ല കുഞ്ഞെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി 11 മണിക്ക് കാർ ഷെഡിൽ കാത്തിരിക്കും. നീ എവിടെ പോയത്? ഒരാളിച്ചിട്ട് കാശ് തരാണ്ടായിരുന്നു. എന്തോ പക്ഷേ അവന്റെ പേര് സിനിമാ സംവിധാനമാ. അവനെ പ്രായപൂർത്തിയായവർക്ക് മാത്രമൊന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട, അതിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞൊരു 36 രൂപ 40 പൈസ പറ്റിച്ച്. നാടകം നടക്കാഞ്ഞതേ ഞങ്ങളുടെ കുറ്റമല്ല. മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാനല്ല നിങ്ങളെ വിളിച്ചത്, പച്ചയാ. പിന്നെ സായിക്കാലന് പാടാൻ മാത്രമല്ല തല്ലാനും അറിയാം. ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. എന്താ തുറച്ചു നോക്കുന്നത്? മനസ്സിലായില്ല. പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ തെറിപ്പിച്ചു കളയും. നിനക്ക് മനസ്സിലായില്ല അല്ലടാ? ഓ കിളി, നിങ്ങളും അഭിനയിക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ? ഇല്ല, നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപ അണാപ്പായി ഇപ്പൊ തന്നില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ചൂടാകും. പാടില്ല. ഈ കൊലപാതകളെ ഒന്നും വെറുതെ പാടില്ല. നിനക്കെന്ത് കിട്ടാനുണ്ട്? എനിക്ക് പണം വേണ്ട. പറഞ്ഞു നാടകത്തിൽ അഭിനയിക്കായിരുന്നു എന്റെ മാനനാശം തരണം. ഓ, നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ട്? 20 രൂപയെങ്കിലും തരണം, ഒരു കളിയുടെ കാശ്. നിന്റെ 20ന്റെ മാനം എനിക്ക് രൂപ എത്രയാ കിട്ടാനുള്ളതെന്ന് അറിയാവോ? ഇവൻ എന്നോട് റൊക്കം മേടിച്ച് 36 രൂപയും ഇവന്റെ ആശാന സാധു വീട് മേടിച്ചു കൊടുത്ത് ഒരു 40 പൈസ. 36 രൂപ 40 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രല്ലേ കിട്ടാനുള്ളൂ? എനിക്ക് പോയത് 15,000 രൂപയാണ്. ഇത് ഞാൻ ആരോട് ചോദിക്കും? കിളിയാ പറയുന്നേ, വിളിയടാ പറ്റിയെ. അവനിവിടെ ഇല്ല. എവിടെ? ഒളിവില, മേഴ്സിയുടെ വീട്ടില. മേസ്തിരിയല്ല, മേഴ്സി. അയാൾ നമ്മുടെ കാശൊക്കെ തട്ടിയെടുത്ത് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുക. എനിക്ക് അവിടെ നോ അഡ്മിഷനുവാ. എന്നാൽ അവനെ അവിടെ നിന്ന് തപ്പണം. എന്റെ കാശ് തന്നില്ലെങ്കിൽ അവനെ ഇടിച്ച് പട്ടിയാക്കി പഞ്ചറൊട്ടിച്ചു കളയും. പട്ടാളം ബാസുവിന്റെ സ്റ്റെപ്പിനെയാണ് ഈ പറയുന്നത്. ആശാൻ ലോറിയിലുണ്ട്, നീ ആ വീടൊന്ന് കാണിച്ചു തന്നേക്കണം. പിന്നെ നിങ്ങൾ ആരും പോകരുത്, ഇവിടെ തന്നെ നിന്നോളണം. നിങ്ങൾക്ക് കാശി പോടണ വരും. വാടാ. ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ മേഴ്സി? എത്ര നേരമായി റിഹേഴ്സലിനെ വെയിറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്നു. താനവിടെ വെയിറ്റ് എടുത്തോണ്ട് കാത്തിരിക്കുക. ഞങ്ങൾ ഈ ആഹാരം ഒന്ന് കഴിക്കട്ടെ. ഒരു ലാക്ക് കാപ്പിയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ട് കഴിക്കാനിരിക്കാമായിരുന്നു. ഇവിടെ വേലക്കാരൊന്നുമില്ല, സൗകര്യം പോലെ കൊടുത്തയക്കാം. അവന്റെ ഒരു ലാർക്ക്. ഇതൊക്കെ പാവം അമ്മച്ചി. സത്യത്തിൽ നമ്മളീ തിന്നുന്നതെല്ലാം പശുച്ചേട്ടന്റെ അല്ലേ? ഏതാടി പാവമല്ലാത്തോ? അവനീ ചെയ്തുകൊണ്ടിരിക്കുന്നതും പാവമാ. ഏതാ ഏതാ? നാട്ടുകാരെ പറ്റിക്കുന്നത്. ഏതായാലും
പശുച്ചേട്ടന് നല്ല കഴിവൊക്കെ ഉണ്ട്. എന്തേ കഴിവുണ്ടെന്ന്? കഴിവുള്ളവൻ ഇങ്ങനെ മുറിക്കാത്ത കയറി ഊതിക്കൊണ്ടിരിക്കുവാണോടി? അങ്ങേർക്കൊരു സന്ദർഭം കൊടുക്കഴിഞ്ഞിട്ടില്ലേ അമ്മച്ചി? ആരെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ, അപ്പൊ അറിയാം അങ്ങയുടെ കഴിവ് അമ്മച്ചിക്ക്. എനിക്കറിയാം, പശുച്ചേട്ടൻ നന്നായിട്ട് സംവിധാനം ചെയ്യും. എവിടെയാ അവന്റെ വീട്? അവിടെയാ. നടക്ക്. വിളിക്കടാ നിന്റെ സംവിധാനത്തിന്. സാറേ, പച്ചസാറോ? എന്താ? സാറിനൊന്ന് കാണണം. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് ആ ചേർത്തിക്ക് മാനം. അതിന് ഞാൻ അയാളെ ഇവിടെ പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. താനിങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ, ഇവരോട് സമാധാനം പറ. ഞാൻ തന്നെ പോണോ? പോകണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് ഇവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. ഐ ഗോയിങ്. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. പക്ഷേ മിസ്റ്റർ സാജൻ, നിങ്ങളാണോ എന്നോട് ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നത്? കഥയൊക്കെ പിന്നെ പറയാം. എനിക്ക് എന്റെ കാശിപ്പ് കിട്ടണം. ലോഡിന് പോവാൻ നേരമായെന്ന്. കാശ് കിട്ടേണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കുക. അതിന് നാടകം നടന്നില്ലല്ലോ. നാട്ടുകാരുടെ പശ വെച്ചിട്ടെടുത്ത് ഇത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ചാവിട്ടി നിന്റെ ബമ്പർ ഒടിച്ചു കളയും. നിന്റെ കാലൻ. ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ നോമാണേ. അതെ, പള്ളി ചെന്ന് പറ. ആശാനെ, ഇവനിവിടെ കിടന്നൊരു നേരം ന്യൂട്രൽ കളിക്കുക. ഇങ്ങോട്ട് വാടാ കഴിവരെ. ഇന്നിവന്റെ അന്ത്യം. പട്ടാളം മാസുവാ, സംഗതി കുഴപ്പമാ. പശുച്ചേട്ടനെ എങ്ങാനും തല്ലു അമ്മച്ചി? ചിലപ്പോ കൊന്നു ഇരിക്കും. നീ പടി രസം. എല്ലടാ പശേ. നിന്റെ പേരാണോ പശ? അതെ, അതെന്ത് പേരാടാ പശ? അതെന്റെ തറവാട്ട് പേരിന്റെ ചുരുക്കെഴുത്താണ്. ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാശാലെ. നിന്റെ തൊഴിലെന്താടാ? സംവിധാനം. എന്തിന്റെ? സിനിമയുടെ. ഇപ്പോ നാടകത്തിന്റെ. നീ എവിടെ നിന്ന് പഠിച്ചു സംവിധാനം?